ഹലോ ഗേസ്, നമസ്കാരം. ഞങ്ങളിപ്പോൾ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന നമ്മളെ പശ്ചിമഘട്ടത്തിൻ്റെ അടിവാരത്തിലൂടെ വളരെ രസകരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. പോകുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ തുഷാരഗിരിക്ക് എത്തുന്നതിന് മുൻപ് ഉള്ള ഒരു ചെറിയ ഡെസ്റ്റിനേഷൻ, വളരെ പ്രകൃതി രമണീയം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രസകരമായ നല്ലൊരു കാഴ്ചയാണ്. പുഴയുടെ കളകളാരവും ഇവിടുന്ന് തന്നെ കേൾക്കുന്നുണ്ട്. കൂടെ കുരുവികളുടെ ശബ്ദവും. പശ്ചിമഘട്ടത്തിൻ്റെ അടിവാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മൊത്തത്തിൽ നമ്മളെ വയനാട് ചുരത്തിൻ്റെ അടിവാരമൊക്കെ ആയിട്ട് വരും. ആ അടിവാരത്തിലേക്ക് പോകുന്ന അവിടെ തന്നെ കുറേ വളരെ രസകരമായ വെള്ളച്ചാട്ടത്തിലേക്ക് ഒരു അരുവി ഒഴുകി പോകുന്നുണ്ട്. അതിൻ്റെ ദൃശ്യം പകർത്താൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ അവിടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ അരുവിയിലേക്ക് ഞങ്ങളൊന്ന് ഇവിടുത്തെ ഒരു പ്രകൃതി രമണീയമായ സിറ്റുവേഷൻസ് പകർത്തിയെടുക്കാൻ വേണ്ടിയിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾ ശ്രമിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴി വളരെ ദുർഘടകരമായ വഴിയാണ്. ഒറ്റക്കാലിലൊക്കെ നിന്ന് ഡാൻസ് ചെയ്തിട്ട് വേണം പോകണം എന്നുണ്ടെങ്കിൽ, കാരണം അത്രയും ദുർഘടകരമായ ഒരു സ്ഥലമാണ്. കാരണം നമുക്കറിയാലോ, ഈ ഘാട്ട് ഏരിയ അത്തരം ഹിൽ സൈഡോ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് അത്ര സ്മൂത്തായ നല്ല NH പാതയെ പോലെ ആയിരിക്കില്ല. കല്ലും പാറയും മണ്ണും മണലും പൂഴും മരങ്ങളും നിറഞ്ഞു തന്നെ ആയിരിക്കും. അപ്പോൾ വളരെ ദുർഘടകമായി നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ സാഹസികമായ രീതിയിലാണ് ഞങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ, തുഷാരഗിരിനെ പറ്റിയിട്ട് നമ്മൾ ഒരു കാവ്യാത്മകമായ രീതിയിൽ വർണ്ണിക്കുകയാണെന്നുണ്ടെങ്കിൽ, വളരെ ഒരു കവിഭാവനയിലൂടെ നമ്മൾ കണ്ടു പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ പ്രകൃതിൻ്റെ വെൺമുത്താരം പശ്ചിമഘട്ടത്തിൻ്റെ പച്ചയണിഞ്ഞ മാറില് കോടമഞ്ഞിന്റെ കുളിര് തൊട്ട് എന്താ പറയാ ഒഴുകിയിറങ്ങുന്ന ഒരു സ്വപ്നമാണ് ഈ തുഷാരഗിരി. മഞ്ഞുമല എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ തുഷാരഗിരിയുടെ അർത്ഥം, മഞ്ഞുമല. ഇതൊരു വളരെ രസകരമായ നല്ലൊരു പുണ്യഭൂമിയാണ്. കായലം കവിതയാക്കിയിട്ട് പണിത ഒരു ശില്പം പോലെയാണ് ഈ തുഷാരഗിരിയെ നമുക്ക് നോക്കി കാണുമ്പോൾ അറിയാൻ പറ്റും. മലമുകളിലെ മൗനം, അവിടെ കുന്നിൻ ചെരുവുകളിലെ നിശബ്ദതയ്ക്ക് ഒരു പച്ച നിറമാണ്. 1000 വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങൾ ആകാശത്തേക്ക് കൈകൾ നീട്ടി നിൽക്കുന്നുണ്ട്. അവയുടെ ശിഖരങ്ങളിൽ തിങ്ങി നിൽക്കുന്ന കോടമഞ്ഞ്. ഈ തുഷാരഗിരിന്റെ പ്രഭാത സൂര്യന്റെ നേർത്ത കിരണങ്ങള് വനമെങ്ങും ഇങ്ങനെ സ്വർണ്ണ തിളക്കമാർന്ന വെള്ളി നൂലുകൾ പോലെ തൂക്കിയ ഒരു വെൺകൊറ്റക്കുട പോലെ നമ്മൾ തോന്നിക്കും. അതിൻ്റെ ഇടയ്ക്ക് കിളികളുടെ കളകളാരവം ആ മൗനഗീതത്തിന് ഭംഗം ഒരിക്കലും വരുത്തുന്നില്ല. മറിച്ച് മധുരമായ താളമായി മാറുകയാണ് ഇത്തരം കിളികളുടെ ശബ്ദം നമ്മളെ മനസ്സിലേക്ക് വരുന്നത്. വെള്ളച്ചാട്ടത്തിന്റെ ഗാനം വളരെ രസകരമായിട്ട്, വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയാൽ ഈ വെള്ളച്ചാട്ടം ഒരു ഗാനം ആലപിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. വെള്ളച്ചാട്ടത്തിന്റെ ഗാനം തുഷാരഗിരിയുടെ ഹൃദയം തുടിക്കുന്നതിന്റെ ഒരു ശബ്ദം പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിന്റെ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്ന് പശ്ചിമഘട്ടത്തിലെ ആഴങ്ങളിൽ നിന്ന് ഉടലെടുത്ത അരുവികള്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തുഷാരഗിരി എത്തുന്നതിന് മുമ്പ് ഒരു 4 കിലോമീറ്റർ പുറകെ ഒരു വെള്ളച്ചാട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള റിട്ടേൺ വഴിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതായത് വളരെ ദുർഘടം പിടിച്ച വഴികളാണ്. ഒന്ന് ശ്രദ്ധ തെറ്റിപ്പോയാൽ പിടിച്ചാൽ കിട്ടൂല. അപ്പം ഇവിടേക്ക് വരുന്ന ആളുകൾ ഈ വഴിയും കൂടെ ചിന്തിക്കണം. കാരണം വളരെ സ്ലോപ്പായിട്ട് മിനുസമായ കല്ലുകൾ, അതായത് ഈ ഏരിയയിലൊക്കെ ഇപ്പൊ കാണുന്ന വഴികളിൽ ഏകദേശം ഇവിടം വരെ വെള്ളം എത്താറുണ്ട് എന്നാണ് ഈ കല്ലുകൾ കാണിക്കുന്ന സൂചന, അല്ലേ അനി? അപ്പം റിസ്ക് ഫാക്ടർ ഭയങ്കരം. അപ്പൊ നമ്മൾ തിരിച്ചിട്ട് മേലോട്ടേക്ക് നടക്കുക. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഏകദേശം ഒരു മുകളിലേക്ക് കാണുന്ന സ്ഥലത്താണ് ആ റോഡുള്ളത്. അപ്പൊ നമ്മൾ തിരിച്ച് ആ റോഡിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ പോകുന്ന വഴിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 4 കിലോമീറ്റർ പിറകില് ഈ വഴിയിൽ കൂടെ, അതായത് ഈ എസ്റ്റേറ്റിൽ കൂടെ വന്നാൽ നേരെ താഴേക്ക് ഇറങ്ങാം. കയറി വരുമ്പോഴേക്കേ കിതച്ചു പോവും. അതിന് ക്ഷീണുണ്ടോ?
അപ്പോൾ കാണുന്ന റബ്ബർ എസ്റ്റേറ്റ് ആണ്, കണ്ടോ? ഈ റബ്ബർ വെട്ടുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൂടി കാണണം കേട്ടോ. അതാ മുകളിലേക്കാണ് റോഡ് കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് കാണുന്നില്ല, നമ്മൾ ഏകദേശം ഇതാ ഒരു 150 മീറ്റർ കൂടെ മുകളിലേക്ക് പോയാൽ റോഡായി. ഇനി ഭയങ്കര കുത്തനെ കേട്ടോ, കാരണം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാളും. കാരണം വേരുകൾ മണ്ണ് തടഞ്ഞു നിർത്തിയതാ. ഇവിടെ ഒക്കെ സ്ലിപ്പറിയാ, കംപ്ലീറ്റ് വൈക്കലുണ്ട്, പണി പാളിപ്പോവും. കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇറങ്ങുമ്പം ഇറങ്ങുന്ന മാതിരിയല്ല. കഴിഞ്ഞോ? നിർത്തിയോ? മഴ പെയ്യോ അതിനൊക്കൊന്ന്? ആണോ? അതല്ല ഇങ്ങനൊക്കെ പെയ്തല്ലോ ഇവിടെ മഴ പെയ്തല്ലേ? ഇനി റബ്ബർ പാലിൽ മഴ വെള്ളം പിടിക്കണം, ഇറങ്ങി പോകും. അപ്പൊ ഇനി ഇന്ന് പറ്റില്ല, ഇനി നാളെ ഒന്നും പറ്റാത്ത മരം നാളോ എവിടെ വെറുതെ വീട് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ കയറി ഇതാ മുകളിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ലൊക്കേഷനാണ്, ഞാൻ ആ ലൊക്കേഷൻ ഒന്ന് കാണിക്കാം. ഈ ഒരു ലൊക്കേഷനിലാണ് നമ്മൾ പറഞ്ഞ ഈ എസ്റ്റേറ്റ് ഉള്ളത് കേട്ടോ. അപ്പം പോകുന്ന വഴിക്ക് ഈ ഒരു ലൊക്കേഷനിൽ, അതായത് അതിൻ്റെ കറക്റ്റ് ചിത്രം ഉണ്ട്. ഇതാ ഇവിടെ ഒരു അപകട വളവ് എന്നുള്ള ഒരു ബോർഡ് അവിടെ കാണാൻ പറ്റും. ഇതൊരു ചുറ്റോട് ചുറ്റിതാ, ഇവിടെ ഒരു മാലിന്യം നിക്ഷേപിക്കരുത് എന്നുള്ള ബോർഡുണ്ട്. അപ്പം നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഏരിയയിലൊന്ന് നോക്കുക, 1 മണിക്കൂർ ഇവിടെ റെസ്റ്റ് ചെയ്യാം. ഓക്കെ, ബൈ.